അസ്കർ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയാണ് എന്ന് സഭയിൽ വായിച്ചാണ്, അല്ലെ അതിനുശേഷം വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് എന്നാണ് പ്രിസൺസ് ആക്ടിൽ വരുത്തിയ മാറ്റമാണ്. ഇറ്റ് ഈസ് മെയ്ഡ് ക്ലിയർ ദാറ്റ് ദ പ്രൊവിഷൻസ് ഇൻ സെക്ഷൻ 78(2) ഓഫ് ദ കേരള പ്രിസൺസ് ആൻഡ് കറക്ഷൻ സർവീസ് ആക്ട് 2010 വിൽ നോട്ട് സ്റ്റാൻഡ് ഇൻ ദ വേ ഓഫ് ഗ്രാൻഡിംഗ് സ്പെഷ്യൽ റെമിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് സെക്ഷൻ 78(2) എന്ന് പറയുന്നത്? മൊത്തം തടവിൻ്റെ 1/3 ഭാഗം ഇളവ് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇളവിന് അവകാശമില്ല എന്ന് പറയുന്ന പ്രിസൺസ് ആക്ടിലടക്കം മാറ്റം വരുത്തി ടി പി ചന്ദ്രശേഖരൻ്റെ പ്രതികളെ പുറത്തേക്ക് ഇറക്കി വിടാൻ നീക്കം നടന്നു. 2022 മുതൽ നടന്ന നീക്കത്തിൻ്റെ ഭാഗമെന്ന് പറയുകയായിരുന്നു രേഖാമൂലം പ്രതിപക്ഷ നേതാവ് ശ്രീ ഹസ്കർ. മനു തോമസ് പറയുന്നു, ഈ ഒഞ്ചിയത്തടക്കമുണ്ടായത് വിപ്ലവ പ്രവർത്തനമല്ല, വൈകൃതമാണ്, പോയകാല തെറ്റാണ്. സമ്മതിക്കോ തെറ്റാണെന്ന് പാർട്ടി ഇനിയെങ്കിലും? ഹസ്കർ. ഹഷ്മി, നിങ്ങൾ എന്ത് അസംബന്ധമായി പറയുന്നത്? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ 27/2/2024 ഉത്തരവ് മറികടക്കാൻ ഇനി നിയമസഭയിലെ മുഴുവൻ 140 MLA-മാരും സംയുക്തമായി ഏകകണ്ഠേന ഒരു പ്രമേയം പാസ്സാക്കിയാൽ പോലും നടക്കുന്ന കാര്യമില്ല. അതിനി സുപ്രീം കോടതിക്ക് മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ റെമിഷൻ കൊടുക്കുന്നതിനു വേണ്ടി പ്രിസൺസ് ആക്ടിൽ 78(2) അമെൻഡ് ചെയ്യുന്നു എന്നും അതുപോലെ തന്നെ ഈ പ്രതികൾക്ക് തുറന്നുവിടുന്നതിനു വേണ്ടിയിട്ടുള്ള വാതായനങ്ങൾ ഒരുക്കുന്നു എന്നുമൊക്കെ പറഞ്ഞാൽ അത് അസംബന്ധമല്ലാതെ പ്രതിപക്ഷത്തിൻ്റെ ഏതോ തരത്തിലുള്ള നിഗൂഢ പദ്ധതികളുടെ തുടർച്ചയായി മാത്രമല്ല ഇതിനെ കാണാൻ കഴിയും. സദാ ജാഗരൂകിയായിരിക്കുന്ന ഒരു MLA KK രമ ഈ കേസിൻ്റെ പിന്നാലെയുണ്ട്. അവരറിയാതെ ഒരു വ്യക്തിയെയും റെമിഷൻ ചെയ്യാൻ കഴിയില്ല, അത് നിയമമാണ്. വിക്ടിമിൻ്റെ ബന്ധുക്കളെ ആ വിവരം ചോദിച്ച് മൊഴിയെടുത്താൽ മാത്രമേ റെമിഷനിലേക്ക് പോകൂ. മാത്രമല്ല, നാട്ടിലുള്ള നിയമം അനുസരിച്ച് 10 കൊല്ലം തടവ് ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞിട്ടുള്ള പ്രതികളെ സംബന്ധിച്ച് അവർ ജയിലിൽ നടത്തിയിട്ടുള്ള മാനസാന്തരം കൂടി ബോധ്യപ്പെട്ടതിന് ശേഷം ആണ് അത്തരം പ്രതികൾക്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അത് കണ്ണൂരിൽ മാത്രമല്ല നടന്നിട്ടുള്ളത്. തവനൂരും വിയ്യൂരും തിരുവനന്തപുരം സെൻട്രൽ ജയിലിലും അമൃത് ക മഹോത്സവ അതിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ വിടുന്നതിനു വേണ്ടിയിട്ട് റെമിഷൻ നൽകുന്നതിനു വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അന്വേഷണം നടത്തേണ്ട ഉത്തരവാദിത്വം ആ പ്രദേശത്തെ പോലീസിനാണ്. അവർ താമസിച്ചിരുന്ന വീടിൻ്റെ അവരുടെ പെർമനന്റ് റെസിഡൻസിൻ്റെ ഭാഗത്തും അതുപോലെ അവർ ഒക്കറൻസ് നടന്ന എവിടെയാണോ കുറ്റകൃത്യം നടന്ന ആ പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ് ആ റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത്. അത് നടന്നുകൊണ്ടിരിക്കും. ആ റിപ്പോർട്ട് വന്നത് 3/6/2024 അഡീഷണൽ ചീഫ് ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയിട്ടുള്ള ഒരു ഉത്തരവ്. അത് പരോളിൽ പുറത്തിറങ്ങി വയനാട്ടിൽ റേവ് പാർട്ടിയിൽ പോയി പങ്കെടുത്ത പ്രതിയുടെ അല്ലേ എന്ന് പറഞ്ഞാൽ അന്ന് പരോളിൽ പുറത്തിറങ്ങി വയനാട്ടിൽ പോയി റിസോർട്ടിൽ പോയി മയക്കുമരുന്ന് പാർട്ടിയിൽ പോയി പൂണ്ടുവിളയാടിയതിന് അവിടെ പിടിയിലായ പ്രതി അല്ലേ എന്ന് പറഞ്ഞാൽ ജയിലിനകത്തിരുന്ന് കൊട്ടേഷൻ സംഘങ്ങൾ യഥേഷ്ടം നിയന്ത്രിക്കാൻ കഴിയുന്ന പ്രതികൾ നല്ല നടപ്പല്ലേ? നല്ല നടപ്പാണ് പ്രതികൾ ജയിലിനകത്തും പുറത്തും. ജയിൽ സൂപ്രണ്ടിന് അതിനുള്ള അധികാരമില്ല. ആ കേസുകളെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ട അല്ല, അതിനുള്ളിൽ ജയിൽ സൂപ്രണ്ട് അല്ല അത് തീരുമാനിക്കുന്നത്. അത് തീരുമാനിക്കുന്നത് കേസിൽ പ്രതിയാണോ, അതിനുശേഷം ഏതെങ്കിലും കേസിൽ പെട്ടിട്ടുണ്ടോ, അതിനുശേഷം ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടത് പോലീസിൻ്റെ പണിയാണ്. പോലീസ് ആ റിപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. അത്തരമൊരു റിപ്പോർട്ടല്ലേ വരുന്നത്. മാത്രമല്ല, ഇത് കഴിഞ്ഞ അധ്യായം ഒരു തരത്തിലും 27/2/2024 ശേഷം ഈ പ്രതികൾക്ക് 20 കൊല്ലം കഴിയാതെ റെമിഷൻ നിയമപരമായ അധികാരമില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാരെയും ഡോക്ടർ കൗസർ ഇടപെടത്തിന്റെ വിധി വളരെ സുവ്യക്തമായ കാര്യത്തിൽ പണ്ടൊരു വനിതാ നേതാവ് പറയുന്നത് പോലെ അത് പാർട്ടി കോടതിയല്ല, നാടിന്റെ നീതിന്യായ കോടതി ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഉത്തരവ് വരുന്നത്. ആ ഉത്തരവ് അവിടെ നിൽക്കുന്നു. ആ ഉത്തരവ് അവിടെ നിൽക്കെ തന്നെ ഈ പണിയൊക്കെ ചെയ്യണമെങ്കിൽ റോജി എം ജോൺ പറഞ്ഞതല്ലേ ശരി എന്ന് പറഞ്ഞാൽ ഈ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതികൾക്ക് ടി പി ചന്ദ്രശേഖരനെ കൊല്ലാൻ കയ്യിൽ വാക്കത്ത് കൊടുത്തുവിട്ട, കയ്യിൽ കൊടുങ്കത്ത് കൊടുത്തുവിട്ട മരണവാറണ്ട് ഇറക്കിയ ആളുടെ പേര് പറയല്ലേ മക്കളെ എന്ന അപേക്ഷയല്ലേ സർ ആ ഉടായ്പ്? കാശ്മീർ റോഷി ജോണിന്റെ നേതാവായിരുന്നു തിരുവഞ്ചൂരിന്റെ കാലത്താണല്ലോ കേസിന്റെ അന്വേഷണമൊക്കെ നടന്നത്. അപ്പോൾ തിരുവഞ്ചൂരിന് കണ്ടെത്താൻ കഴിയാത്ത പ്രതികളാണോ, തിരുവഞ്ചൂരിൻ്റെ അന്നത്തെ പോലീസിന് കണ്ടെത്താൻ കഴിയാത്ത പ്രതികളെയാണോ ഇപ്പോൾ നിങ്ങളിങ്ങനെ ചൂണ്ടുവിരൽ കൊണ്ടിങ്ങനെ ചൂണ്ടി പ്രതിപ്പട്ടികയിലേക്ക് നിരത്തി നിർത്തുന്നത്? അങ്ങനെ ഒരു പ്രതികളെന്നല്ലെന്നേ. അങ്ങനെയായിരുന്നെങ്കിൽ അവരൊക്കെ എന്നേ ജയിലിനുള്ളിലായനെ. മോഹനമാഷിനെ പൂക്കടക്കടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞു എന്ന കുറ്റകൃത്യം പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്ത് പാവം മനുഷ്യനെ ജയിലിലിട്ടില്ലേ? ആ കോടതിയല്ലേ വെറുതെ വിട്ടത്? ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു മനുഷ്യൻ മൃതപ്രായനായി, കിഡ്നി സംബന്ധമായ രോഗവുമായി മൃതപ്രായനായി ആശുപത്രിവാസം കഴിയാണ്. ആ മനുഷ്യനെ കൂടി ജയിലിനുള്ളിലിട്ട് കൊല്ലണം എന്നാണോ നിങ്ങൾ തീരുമാനിക്കുന്നത്?
സാർ, 52 വെട്ടുവെട്ടി കൊന്ന ഒരുത്തനാണത്. അവർക്കൊക്കെ മനുഷ്യാവകാശമുണ്ട്. സാർ, ഈ ആ 52 മനുഷ്യാവകാശത്തെ കുറിച്ച് സാർ, താങ്കൾ ഒരാളുടെ രോഗാവസ്ഥയെ പറ്റി ആയിക്കോട്ടെ, ഇങ്ങനെ വിതുമ്പുന്നത് 51 വെട്ടുവെട്ടുന്ന ഒരു പാവം മനുഷ്യനെ, ഒരു കുറ്റകൃത്യത്തിൽ സഖാവിനെ പങ്കെടുത്ത തെരുവിലിട്ട് 52 വെട്ടുവെട്ടി കൊന്ന കേസിലെ പ്രതിയാണ് അങ്ങ് അദ്ദേഹത്തിന്റെ വൃക്ക പ്രശ്നത്തെ പറ്റി വിതുമ്പുന്നത്. ശ്രീ ഹസ്കർ, ടി പി ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നില്ല ഈ പറയുന്ന വികാരങ്ങൾ? ടി പി ചന്ദ്രശേഖരനില്ലേ മനുഷ്യാവകാശങ്ങൾ? ഹസ്കർ, ഹാഷ്മി, ഞാൻ വൃക്ക. ഹാഷ്മി, ഞാൻ എൻ്റെ വ്യക്തിപരവും ആയിട്ടുള്ള നിലപാട് ടി പി കൊല്ലപ്പെടേണ്ട ആളല്ല. ടി പി കൊല്ലപ്പെട്ടത് ആ കാലഘട്ടത്തിലെ ചരിത്രത്തിൽ പാർട്ടിക്ക് സംഭവിച്ചിട്ടുള്ള, പാർട്ടിക്ക് ബന്ധമുണ്ടെങ്കിൽ അതിന് സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ പിഴവ്. അത് തടയപ്പെടേണ്ടതായിരുന്നു. ഒരു സംശയമില്ല കാര്യത്തിൽ. അങ്ങനെ പറയുന്നതിൽ ഒരു മടിയുമില്ല. ഇപ്പോൾ മനു തോമസ് പറഞ്ഞു ഒഞ്ചിത്തും പറ്റിയിട്ടുള്ളത് തെറ്റാണെന്ന് മനു തോമസ്. അത് പറയാനുള്ള ധൈര്യം കാണിക്കേണ്ടിയിരുന്നത് മനുവൊക്കെ പോയി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ ഇരിക്കുന്ന ഘട്ടത്തിലാണ്. പുറത്തിറങ്ങിപ്പോയി ഈ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ആഘോഷമാക്കാനല്ല അത്തരം വാക്കുകൾ പറയേണ്ടത്. ജില്ലാ കമ്മിറ്റിയിൽ എണീറ്റ് നിന്ന് പറയേണ്ടതായിരുന്നു, പറയേണ്ടിടത്ത്. അന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ഒരു വലതുപക്ഷ മാധ്യമങ്ങൾക്കും മനു ആഘോഷമാക്കാൻ എണീറ്റ് കൊടുത്തിട്ടില്ല. ഹസ്കർ, 1.5 വർഷമായി മനു തോമസ് പാർട്ടിക്കുള്ളിൽ നിന്ന് പൊരുതുന്നു. 1.5 വർഷമായി ഇത്തരം തെമ്മാടി സംഘങ്ങളെ പാർട്ടിയിൽ അകറ്റി നിർത്താൻ ഒറ്റയാൾ പോരാട്ടമായി മനു തോമസ് പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കുന്നു. 1.5 വർഷം ഒരു ചുക്കും സംഭവിക്കുന്നില്ല. ഒന്നും സംഭവിക്കുന്നില്ലെന്ന് മാത്രമല്ല, പാർട്ടിയിൽ ഉന്നത പദവികൾ മനു തോമസ് ആരോപണം ഉന്നയിച്ചവർക്കെതിരെ പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കുന്നു. മനസ്സുമടുത്ത് എന്താണ് ഒരു പാർട്ടി പ്രവർത്തകൻ അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിൽ നടത്താവുന്ന ഏറ്റവും വലിയ പ്രതിഷേധം എന്താണ്? അംഗത്വം പുതുക്കാതിരിക്കുക. താങ്കൾ പാർട്ടി പ്രവർത്തനം ആകുമല്ലോ, അംഗത്വം പുതുക്കാതിരിക്കുക പ്രതിഷേധിച്ച് സ്വാഭാവികമെന്നോണം 3 ജില്ലാ കമ്മിറ്റികൾ പങ്കെടുക്കാതിരുന്നാൽ ബൈ ഡിഫോൾട്ട് പുറത്താണ്. അങ്ങനെ സ്വാഭാവികമെന്നോണം മിണ്ടാതെ ഒഴിഞ്ഞുമാറി വീട്ടിൽ പോയിരിക്കാൻ പോയ മനു തോമസിനെ ഈ പറയുന്ന തീരുമാനം പുറത്തേക്ക് വിട്ട് മനു തോമസ് കള്ളനാണെന്നും സാമ്പത്തിക തട്ടിപ്പുകാരനാണെന്നും നിങ്ങളുടെ സൈബർ സംഘങ്ങൾ അടിച്ചിറക്കി പടച്ചു വിട്ടു. അത് കൊള്ളും എന്ന് പറഞ്ഞാൽ അത് എന്താണ്? പാർട്ടി സ്വത്വത്തിൽ മാത്രം വിശ്വസിച്ച് 5 പൈസ കറപ്ഷൻ നടത്താതെ ജീവിച്ച ഒരു മനുഷ്യൻ ഇപ്പോൾ പൊള്ളും. അങ്ങനെ പൊള്ളിയപ്പോഴാണ് സാർ മനു തോമസ് മിണ്ടിയത്. ഒരു വലതുപക്ഷ മാധ്യമത്തിന് ഇരയിട്ട് കൊടുത്തില്ല മനു. വായിൽ കോലിട്ട് കുത്തി പറയിച്ചതാണ് പി ജയരാജൻ അടക്കം. ഹാഷ്മി, ചെയ്യേണ്ടത് എന്തായിരുന്നു എന്നൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പ്രാഥമിക ദൗത്യം എന്ന് പറയുന്നത് തൻ്റെ അംഗത്വം പുതുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം താൻ പറയുന്നത് ശരിയും സത്യവുമാണെങ്കിൽ അത് തൻ്റെ ഘടകങ്ങളിൽ വിളിച്ചു പറയാനുള്ള ആർജവം ഉണ്ടാവണം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരാതിയുടെ പകർപ്പുകൾ എത്രയാണ്? അറിയുന്ന ആളെന്ന നിലയിൽ ഹാഷ്മിക്ക് തന്നെ അറിയാം. എഴുതി കൊടുത്ത പരാതി, ജില്ലാ സെക്രട്ടറിക്ക് കൊടുത്ത പരാതി, മനു തോമസ് ജില്ലാ സെക്രട്ടറിക്ക് എഴുതി കൊടുത്ത പരാതി പുറത്തു വന്നു. ആ പരാതിയിൽ ഒരു നടപടി ഉണ്ടാവാത്ത വേദനയിൽ സംസ്ഥാന സെക്രട്ടറിക്ക് അയച്ച കത്ത് പുറത്തു വന്നു. ഈ പറയുന്ന ആൾക്കെതിരെ പരാതി കൈയിരിക്കുമ്പോൾ യുവജന കമ്മീഷൻ അധ്യക്ഷനാക്കി ഈ മഹാനെ. പാർട്ടിക്കുള്ളിൽ നിന്ന് പോരാടണമെന്നോ? ഒരു പരാതി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി പരിശോധിക്കാതിരിക്കില്ല പാർട്ടി പരിശോധിച്ചതിൽ അത് കടമ്പില്ലെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാവും താങ്കളുടെ ഐഡിയൽ ഒരു സ്ഥാനമില്ലെന്നുള്ളത്. താങ്കളുടെ ഐഡിയൽ പാർട്ടി സങ്കല്പത്തിലാണ് താങ്കൾ സംസാരിക്കുന്നത്. നല്ല കാര്യം, അങ്ങനെയാണ്. താങ്കളുടെ ഐഡിയൽ പാർട്ടി സങ്കല്പത്തിലാണ് താങ്കൾ സംസാരിക്കുന്നത്. താങ്കളുടെ ഐഡിയൽ പാർട്ടി സങ്കല്പത്തിലാണ് താങ്കൾ സംസാരിക്കുന്നത്. മനു തോമസിന്റെ ഒരു പ്രചരണ ജാഥയുടെ ഫീസ് ഊരിക്കളയാൻ അവിടുത്തെ ഒരു മാഫിയ സംഘത്തിന് ധൈര്യം കിട്ടിയെങ്കിൽ എങ്ങനെ കിട്ടിയെന്നാണ്? പാർട്ടിയുടെ ഒരു പിന്തുണയില്ല ധൈര്യം കിട്ടും താങ്കൾ കരുതുന്നുണ്ടോ ഹസ്കർ? ഇപ്പോഴും എന്താണ് മിണ്ടിക്കളഞ്ഞാൽ തീർത്ത് കളയും എന്ന് ആകാശ തെലുങ്കരിക്ക് പറയാൻ ധൈര്യം കിട്ടുന്നത് എങ്ങനെയാണ്? പാർട്ടി എടുത്തിട്ടുള്ള നിലപാട് കണ്ടില്ല അന്ന് സഖാവ് അതൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ. സഖാവ് എം വി ജയരാജൻ അന്ന് എടുത്ത നിലപാടറിയാമോ? അന്ന് ഡിവൈഎഫ്ഐയുടെ ഈ ഷാജിർ എടുത്തിട്ടുള്ള നിലപാടറിയാമോ? അന്ന് ഇവർ രണ്ടുപേരും എടുത്തിട്ടുള്ള നിലപാട് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണല്ലോ. അപ്പോൾ അന്ന് നിലപാടെടുത്തില്ലെന്നാണോ പറയുന്നത്? ഈ കൊട്ടേഷൻ മാഫിയ സംഘങ്ങൾക്കെതിരെ കൃത്യമായ നിലപാട് അന്ന് പാർട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോഴും അതൊക്കെ മനു തോമസ് ഉദിച്ചതാണെന്നും മനു തോമസ് തണ്ടൽ ബലം കൊണ്ടാണെന്ന് വിചാരിക്കുന്നത്. കണ്ണൂർ പോലെ ഒരു ജില്ലയിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതൃത്വത്തെ നേർക്കുനേർന്ന് വെല്ലുവിളിക്കാൻ സമാന്തര ശക്തി ഇക്കൂട്ടർ മാറി എന്ന് പൊതുജനം അറിഞ്ഞപ്പോഴാണ് നടപടി സ്വീകരിച്ചത്. അതുവരെ പൂച്ചയിരുന്നവർ ഇരുന്നു കൊടുത്ത പാർട്ടി മനു പാർട്ടികളിൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും ഒന്നുമല്ല, ഒരിക്കലല്ല. പല സ്ഥലങ്ങളിലും യുവജന പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ ലഹരി കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ സമരം നടത്താറുണ്ട്. ഒരുപക്ഷെ അന്നത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെക്കാളും കരുത്തുള്ളവരായി കൊട്ടേഷൻ സംഘങ്ങൾ വളർന്നിരിക്കുമ്പോൾ സ്വാഭാവികമായി ഒരു നിമിഷം തരിച്ചു നിൽക്കേണ്ടി വരും. പക്ഷെ അടുത്ത നിമിഷം പാർട്ടി ഒറ്റക്കെട്ടായി നിരന്നിരുന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഏത് കൊട്ടേഷൻ സംഘത്തിൻ്റെയും. അത് അങ്ങനെ അന്ന് അവസാനിപ്പിച്ചില്ലേ? പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സുവ്യക്തമായി ഇക്കാര്യത്തിലൊരു നിലപാട് പറഞ്ഞു. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങളിൽ നടക്കുന്ന കാര്യമാണോ?
CPM-നെ വെല്ലുവിളിച്ചുകൊണ്ട് കണ്ണൂരിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കൊട്ടേഷൻ സംഘങ്ങൾക്ക് CPM-ന്റെ ജില്ലാ കമ്മിറ്റിക്കും അതുപോലെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിക്കും മേലെ പരക്കാൻ കഴിയുമോ? കഴിയില്ല. പാർട്ടി പിന്തുണ എക്സാക്ട്ലി എന്റെ പോയിന്റ് അത് തന്നെയാണ്. പാർട്ടിയുടെ പിന്തുണയില്ലാതെ അവിടുത്തെ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റിനെ വെല്ലുവിളിക്കാൻ ഒരു സംഘത്തിനും കഴിയില്ല. ആസ്കർ, അവിടെ ഒരു സംഘത്തിനും കഴിയില്ല. അവിടെ ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. അതിനു മുമ്പ് ഞാൻ അങ്ങനെയൊക്കെ എത്താം. അതിൽ മാത്രം നിൽക്കണം. ഞാൻ അങ്ങനെയൊക്കെ എത്താം. അതിനു മുമ്പ് ഡിവൈഎഫ്ഐക്കെതിരെ പാർട്ടി പിന്തുണ കൊടുക്കുമോ? ശരി.